അപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലേനു. ഹാപ്പിയസ്റ്റ് ന്യൂസ് എന്താ വെച്ചാൽ ഹാപ്പിയസ്റ്റ് ന്യൂസുകളേ ഉള്ളൂ. ഈ ജേർണൽ ചെയ്ത് കഴിയാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ വീഡിയോ ഇത്ര പെട്ടെന്ന് ഇടാനും പറ്റുമെന്ന് വിചാരിച്ചില്ലേനു. പിന്നെ പറഞ്ഞാൽ പുതിയ ജേർണൽ ഇന്ന് തന്നെ കിട്ടുകയും ചെയ്ത്. ഇനിയിപ്പോൾ ഫ്ലിപ്പ് ത്രൂ വേഗം തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ ഹാപ്പിയോട് ഹാപ്പി തന്നെ. ഇത് ചെറിയ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വോയിസിൽ ചെറിയ ഒരു സൗണ്ടുകളൊക്കെ ഉണ്ടാവും. ഈ ലേസി ആയ ഞാൻ ഇത്ര പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാനുള്ള കാരണം നിങ്ങളെ കൊമൻസ് ആണ്. ഒന്നാമത് ഈ കൊമൻസ് വായിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പിന്നെയും വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കലുണ്ട്. പക്ഷേ മിക്ക സമയത്തും മടി കാരണമാണ്. പക്ഷെ ഇന്നലെ എന്തോ നിങ്ങളെ ഓരോരുത്തരുടെ മെസ്സേജും ഒക്കെ കണ്ടപ്പോൾ ഇനി എന്തായാലും പോസ്റ്റ് ചെയ്യാം. ഇന്നിപ്പോൾ എന്താ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നത്. നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള മിക്ക ആൾക്കാർക്കും സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പാടായിരിക്കും. പക്ഷേ നേരെ മറിച്ച് ചില ആൾക്കാരെ കാര്യം വരുമ്പം ഒരു ഭയങ്കരമായിട്ട് അതിൽ ഇടപെടുകയും ചെയ്യും. ഓർക്ക് എടുക്കാൻ പറ്റാത്ത അത്രയും വലിയ കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞു തരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, നമ്മളതിൽ വില്ലിങ് ആണോ അല്ലെങ്കിൽ ഇമ്പക്ക് പറ്റിയ പണിയാണോ നോക്കിയിട്ട് മാത്രം ചെയ്യുക. അതല്ലാത്ത പക്ഷം നമ്മൾ പോയ വള്ളി പിടിച്ച് വലിച്ച അവസ്ഥയായിരിക്കും. ശരിക്കും ഈ ജേർണലിൻ്റെ അകത്ത് കുറച്ച് കാര്യം കൂടി ആഡാക്കാനൊക്കെ ഉണ്ട്. അതും കൂടെ ഞാനിതിൽ ആഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലിപ്പ് ത്രൂവിൽ ലാസ്റ്റ് ഫുള്ള് നിങ്ങൾ കണ്ട പോലെ ആവില്ലേ. അതിനോണ്ട് ഫ്ലിപ്പ് ത്രൂ ഒരു 5 ഡേയ്സിനുള്ളിലേ ഇടുള്ളൂ, 5 അല്ലെങ്കിൽ ഒരു 7. എനിക്കിവിടെ കുറച്ച് നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികം പെട്ടെന്നൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല. അതിനുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുകയും ചെയ്യും. അതാണ് മിക്ക സമയത്തും ലേറ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാനൊരു കാര്യം പറയാം. ഇപ്പം എനിക്ക് എന്തിനോടെങ്കിലും താല്പര്യമില്ല എന്നാണെങ്കിൽ അതിൽ വേറെ ഒരാൾ നിർബന്ധിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ ചോദിച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് താല്പര്യമില്ലാണ്ട് അയാൾക്ക് ഇഷ്ടമില്ലാണ്ട് അയാൾ എന്തിനെങ്കിലും പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം കിട്ടും? ഈ ഉന്ത് തള്ളി വിടുന്ന ആളെ പോലും ഈ പറയുന്ന ആൾക്ക് ഇഷ്ടമില്ലാണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചൂസ് ചെയ്യുകയാണെങ്കിലും കുറേ തവണ ആലോചിച്ചിട്ടും ആരോടും അല്ല ഒപ്പീനിയൻ ചോദിക്കേണ്ടത്, നമ്മൾ തന്നെ സ്വയം എടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നാളെ ഓരോ ഭാഗത്ത് നിന്നിട്ട് അതും ഇതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടമില്ലാത്തതിനോട് ഇഷ്ടമല്ല, ഇഷ്ടമുള്ളത് ഇഷ്ടമാണെന്ന് പറയാം. കാരണം ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ നമ്മളെ ടേസ്റ്റ് എന്താണെന്ന്. ഈവൻ നമ്മൾ ചെറിയ കാര്യം പോലും ചൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സ്പീഡിൽ ചൂസ് ചെയ്യേണ്ടതാണെങ്കിലും കുറച്ച് നേരം സമാധാനമായിട്ട് ചിന്തിച്ചിട്ട് എടുക്കുക. ഇത്രയും ചിന്തിച്ചിട്ടും ആ തീരുമാനം തെറ്റാണെന്ന് തോന്നി, ചിലപ്പോൾ താല്പര്യമില്ലാണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ ആയാൽ നമ്മളത് നമുക്ക് പറ്റാവുന്ന വിധം മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. മേ ബി നമ്മളെ പാരൻസ് ഒന്നും ശരിക്കും അപ്ഡേറ്റഡ് ആയിരിക്കില്ല. മിക്ക ആൾക്കാരതും എല്ലാവരും ഒരു പരിധി വരെ അപ്ഡേറ്റഡ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വന്തം ഇഷ്ടങ്ങൾ പറയാനോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിനോ അവിടെ സ്പേസ് ഉണ്ടാവണം എന്നില്ല. പക്ഷേ നിങ്ങൾ അവരോട് നല്ലോണം ഓപ്പൺ ആവുക. എന്ത് കാര്യവും പറയാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയാക്കണം. കാരണം നമ്മൾ വേറെ ആരെടുത്ത് എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് നമുക്ക് ഈ പാരൻസേ ഉണ്ടാവുള്ളൂ. എന്തൊക്കെ പ്രശ്നമാണെങ്കിലും ലാസ്റ്റ് നമ്മളെ കൂടെ നിൽക്കുക അവരായിരിക്കും. ഈ ഫ്രണ്ട്സും കൂടെ നിന്ന് കളിക്കുന്നവരും ഒന്നും ആ സമയത്ത് ഉണ്ടാവില്ല. ഒരു കാര്യം കൂടെ റിമൈൻഡറായിട്ട് പറഞ്ഞുതരാം. കൂടെ നിന്ന് കളിക്കാനുള്ള എല്ലാവരും വന്ന് കളിക്കും. പക്ഷേ പിന്നൊരു ദിവസം ഇതൊരു പ്രശ്നമായി മാറുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ മൊത്തം നമ്മളെ തലയിലേക്കാണ് വരിക. ഈവൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിലും അവരെ പാരൻസിനോടും ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ടാവുക നമ്മളാണ് തെറ്റ് ചെയ്തത് എന്ന്. ലൈക്ക് നമ്മൾ പണ്ടൊക്കെ ഈ എക്സാം പേപ്പേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പാരൻസിനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മാർക്ക് കുറവൊക്കെ ആണെങ്കിൽ നമ്മൾ പറയില്ലേ, അടുത്ത ആൾക്ക് ഇത്ര മാർക്ക് കുറവാണ്, നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതുകൊണ്ടാണ് ആൻസർ ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ. അതൊക്കെ ഒരു സ്റ്റേജ് വരെ അങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ഇതൊക്കെ മാറി ഓരോരുത്തരെ കുറ്റങ്ങളായി മാറും. നമ്മളെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവർ നമ്മളെ തലയിലേക്ക് നമ്മളാണ് അത് പറഞ്ഞത് എന്ന് പറയും. ഒരു ടീനേജ് കാലഘട്ടത്തിൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഓ പിന്നെ. പക്ഷേ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ തന്നെ ഇത് റിയലൈസ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ കടന്നു പോകുന്ന ഓരോ ചാപ്റ്റേഴ്സിനകത്തും ഓരോ ലെസൺസ് നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നുണ്ടാവും. നല്ല കുട്ടീന്നോ ചീത്ത കുട്ടീന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരിലും എല്ലാവിധ ക്യാരക്ടേഴ്സും ഉണ്ട്. ഇന്ന് നമ്മളെ കൂടെ ചിരിച്ചും കളിച്ചും നടക്കുന്ന ആൾക്കാരുടെ ഫേസ് ഒരിക്കലും നാളെ അങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റൂല. ഈവൻ നമുക്കൊരു 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരു കാലം കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ഫ്രണ്ട്സൊക്കെ ചുരുങ്ങി 1-2 ആളായിട്ട് മാറും. അവിടെ പ്രയോറിറ്റീസ് മാറും, ഫ്രണ്ട്സ് മാറും, സർക്കിൾ ചേഞ്ച് ആവും,
കുറേ ചേഞ്ചസ് വരും. ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതേ സ്വഭാവം ആവണമെന്നില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വിധ ചേഞ്ചസും ഉണ്ടാവും. എൻ്റെ ഒരു വിഷയത്തിൽ ഞാൻ എല്ലായ്പ്പോഴും ഒരാളിൽ ഡിപ്പെൻഡഡ് ആണ്. അങ്ങനെ വെച്ചാൽ എനിക്കിതുവരെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലാണെങ്കിലും അതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ആ ഒരു സമയത്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലായ്പ്പോഴും ഒരാളിൽ ഡിപ്പെൻഡഡ് ആണ്. ഇപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സൊന്നുമില്ല, പക്ഷേ എന്നാലും ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് കുറേ ഉണ്ടെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സ് കുറവാണ്. എനിക്കങ്ങനെ കുറേ ഫ്രണ്ട്സ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന ഒരാളും അല്ല. ഐ നീഡ് ഓൺലി 1 പേഴ്സൺ. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ കുറേ റീസൺസ് ഉണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഐ ഓൺലി ചൂസ് 1 പേഴ്സൺ ടു ബി മൈ ബെസ്റ്റ് ഫ്രണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാനും നമ്മൾക്ക് പൊസസീവ് അടിക്കാനും അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് ഒരു ഫ്രണ്ടിൽ കൊടുത്താൽ മതി. അല്ലാണ്ട് ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു തേർഡ് വീലായി മാറും. എനിക്കത് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഐ ഓൺലി ചൂസ് 1 പേഴ്സൺ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണിനെ ഞാൻ ലൈഫ് ലോങ് കൊണ്ട് നടക്കുകയും ചെയ്യും. അല്ലാണ്ട് ഒരു റീസൺ വരുന്ന സമയത്ത് ഒഴിവാക്കിയിട്ട് പോവോ അല്ലെങ്കിൽ വേറെ ഒരു ഫ്രണ്ടിനെ കിട്ടുന്ന സമയത്ത് ഈ ഫ്രണ്ടിനെ ഒഴിവാക്കിയിട്ട് പോവോ ഒന്നും ചെയ്യൂല. ഇതിനെയൊക്കെയല്ലേ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് LKG to 4th സ്റ്റാൻഡേർഡ് വരെ ഒരു ഫ്രണ്ടാണ്. ക്ലാസ്സിൽ വേറെ കുട്ടികളെയൊന്നും അറിയൂല, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. പക്ഷേ ഞാൻ എല്ലാവരുടെ കൂട്ടത്തിലും കളിക്കാനൊക്കെ പോവുക ചെയ്യും. ഞങ്ങൾക്ക് ആ ടൈമിൽ PT പീരീഡിലൊക്കെ ഇങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമായിരുന്നു. അന്ന് ഓള് പോയതിന് ശേഷം ഞാൻ കുറച്ച് എലോൺ ഫീലിങ്സിലൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് അത്രയ്ക്ക് ചിന്തിക്കാനുള്ള വിവരമോ ഡിപ്രഷനോ അതൊന്നും അറിയില്ലല്ലോ. അത് കഴിഞ്ഞ് 5 to 7 മിക്ക സമയത്തും ഒരു ഫ്രണ്ട് ആയിരുന്നുള്ളത്. അത് കഴിഞ്ഞ് ഒരു 8 to 10 കുറേ കമ്പനിക്കാരുണ്ടായിരുന്നു. കുറേ പറഞ്ഞാൽ കുറേ. ഇന്ന് +2 ആയപ്പോഴത്തേക്കും ഒരാളായി. പക്ഷേ ഐ ഹാവ് ഫ്രണ്ട്സ് ദർ. അങ്ങനെ വെച്ചാൽ ഒരു 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഇതുവരെയും ഞാൻ കൊടുത്തത് ഒരു ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂസൊക്കെ ആയിരുന്നു. നമ്മളെ എടുക്കുന്ന അങ്ങോട്ടുള്ള എഫേർട്ടും ഓര് നമുക്ക് തരുന്ന എഫേർട്ടും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിലെത്തിയ സമയത്ത് ഐ ഫീൽ ലൈക്ക് എ സ്ട്രേഞ്ചർ ഇൻ എവ്രിവെയർ. ഈ കഥ ഇവിടെ നിന്നോട്ടെ, പിന്നെ ബാക്കി ഞാനിപ്പം പറയുന്നില്ല. അങ്ങനെ ഇത്രയും ഫ്രണ്ട്സും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. മീൻസ് ഞാൻ അന്ന് പറഞ്ഞ ആ LKG to 4th വരെയുള്ള ഫ്രണ്ട് ഇന്നും എന്നെ കോണ്ടാക്ട് ചെയ്യും. ഏകദേശം ഒരു 16 years ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഞാൻ ലക്കി അല്ലേ. പിന്നെ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തിലും ഞാൻ ഒരാളിൽ ഡിപ്പെൻഡഡ് ആണ്. അങ്ങനെ വെച്ചാൽ വീട്ടിൽ കഥ പറയാനൊക്കെ സിസ്റ്റർ ഉണ്ട്, പിന്നെ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ട്, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഐ ഡോണ്ട് നീഡ് ടു ബി അലോൺ എനിവെയർ. അപ്പം ഞാൻ അങ്ങനെ തന്നെയുള്ളൊരു പാത്തിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യരുത്. നാളെ ചിലപ്പോൾ അവരെല്ലാവരും ഉണ്ടായിന്ന് വരില്ല. മിക്ക ആൾക്കാരിലും ഒരു റീസണും ഇല്ലാണ്ട് റിലേഷൻ ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പും ബ്രേക്ക് ആവുന്ന അവസ്ഥ ഉണ്ട്. ഈ സമയത്തില്ലേ നമുക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റൂല. ഫുൾ നമ്മളൊരു ഡിപ്രസ്ഡ് ആവും. കുറേയൊക്കെ ആ ചിന്തകളും ആ മെമ്മറീസൊക്കെ ആയിരിക്കും. കോഴ്സ് ഡിപ്പെൻഡഡ് അല്ലെങ്കിലും ഇതൊക്കെ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. പക്ഷേ മോസ്റ്റ്ലി ഡിപ്പെൻഡഡ് ആവരുത്. നമ്മൾ ഒരു റിലേഷൻ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കുറേ പ്രാധാന്യം കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ഇത്രയും ഹേർട്ട് ആവുക. പക്ഷെ നമ്മൾ അതിനൊരു മീഡിയം ലെവലിൽ കണ്ടിച്ച് അത് പോകുന്നതാണ് അല്ലെങ്കിൽ അത് പോകുമെന്ന് ഉറപ്പാക്കിയിട്ട് മുന്നോട്ട് പോവാം. ഇതൊക്കെ നിങ്ങളോട് പറയുന്ന സമയത്ത് ഞാനും കുറച്ച് മോട്ടിവേറ്റഡ് ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് കേട്ട് ബോറടിച്ചിട്ടുണ്ടാവില്ലേ. എന്തായാലും ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു വാല്യൂ കൊടുക്കുക. കുറേ എഫേർട്ട് ഇടരുത്, കുറച്ച് മാത്രം എഫേർട്ട് ഇടുക. കുറേയൊക്കെ റിയാലിറ്റിയിലേക്ക് വരിക. ഭയങ്കര ചൂസി ആവരുത്, പക്ഷെ ചൂസ് ചെയ്യാനും പഠിക്കുക. പറഞ്ഞ് അങ്ങനെ എൻ്റെ ജേർണൽ ഇവിടെ കംപ്ലീറ്റഡ് ആവുകയാണ്. കൈയടിക്കാനൊന്നും ഇവിടെ ആരുമില്ല. എന്തായാലും ഇപ്പം ഇത് അഡ്ജസ്റ്റ് ആക്കാം. അപ്പം ഇനി നമ്മൾ പുതിയ ജേർണൽ വന്ന സ്ഥിതിക്ക് ഇനി നാളെ മുതൽ അതിലത്തെ ഓരോ ജേർണലിങ് ഷോർട്സ് ആക്കി ഇടാം. പിന്നെ ഞാൻ എജുമാർട്ടിൽ പോയ സമയത്ത് ഒരു ജേർണൽ വാങ്ങിയിട്ടുണ്ട്. എന്തോ 60 അങ്ങനെ എന്തോ ആയിരുന്നു അതിന്. അതുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ എൻ്റെ ജേർണലിൽ ഞാൻ എക്സ്ട്രാ പേപ്പേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആകെ സ്റ്റിക്കേഴ്സ് മാത്രമേ ഞാൻ പ്രിൻ്റ് എടുക്കാറുള്ളൂ. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്തായാലും ബ്രഷ് പെൻസൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതല്ലേ നല്ലത്. അതൊക്കെ ഒന്നും കൂടെ നീറ്റായിട്ടും ബുക്ക് കുറച്ചുകൂടി പഫായിട്ട് നിൽക്കുകയാണെങ്കിൽ പേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഈ ജേർണൽ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. വിത്തിൻ 2 days ഇത് ഡെലിവറി ആയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞാൻ വാങ്ങിയ ജേർണൽ ഡോട്ടഡ് ജേർണലാണ്.
160 പേജസ് ആണുള്ളത്. പിന്നെ 250 രൂപയാണ് വന്നത്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്തായാലും ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡോട്ടർ ജേണൽ യൂസ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2 ജേണലിൻ്റെതും കൊടുക്കാം. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ജേണൽ വ്ളോഗ്സിലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം സബ്സ്ക്രൈബ് കേട്ടോ. ബൈ.